प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलिदम्बलं सुगमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 33 കപിലന്റെ കർമ്മങ്ങൾ. ശ്ലോകം 29 മുതൽ 33 വരെ വായിക്കാം. സ്വാഗം തപോയോഗമയം മുക്തകേശം ഗദാംബരം ദൈവഗുപ്തം ന ബുബുദേ വാസുദേവ പ്രവിഷ്ടധീ. ഏവം സാ കപിലോക്തേന മാർഗേണാചിരതാ പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തം അവാപ്തഃ. തദ്വിരാസീത് പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യവിശ്രുതം നാംനാ സിദ്ധപദം യത്ര സാ സംസിദ്ധിം ഉപേയുഷി. തസ്യാത് യോഗ വിദുദാമർത്യം അഭൂത് സരിത് സ്രോതസാം പ്രവരാ സൗമ്യ സിദ്ധിദാ സിദ്ധസേവിത. കപിലോപി മഹായോഗി ഭഗവാൻ പിതുരാശ്രമാത് മാതരം സമനുജ്ഞാപ്യ പ്രാഗുദീചിം ദിശം യയോ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജീവനി മാതാജി വായിച്ചോളൂ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 33 കപിലന്റെ കർമ്മങ്ങൾ. ശ്ലോകം 29. സ്വാഗം തപോയോഗമയം മുക്തകേശം ഗദാംബരം ദൈവഗുപ്തം ന ബുബുദേ വാസുദേവ പ്രവിഷ്ടതേ. വിവർത്തനം. സദാ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ വിചാരങ്ങളിൽ ആമഗ്നനായിരുന്നതിനാൽ അവൾ തന്റെ തലമുടിക്കെട്ട് അഴിഞ്ഞതും വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റിയതും അറിഞ്ഞതേയില്ല. ശ്ലോകം 30. ഏവം സാ കപിലോക്തേന മാർഗേണാചിരതപരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാപഹ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട വിതുര, കപിലനാൽ ഉപദേശിക്കപ്പെട്ട തത്വങ്ങൾ പിന്തുടർന്ന ദേവഹൂതി
ഭൗതിക ബന്ധനത്തിൽ നിന്ന് പെട്ടെന്ന് മോചിതയാവുകയും പ്രയാസം കൂടാതെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പരമാത്മാവായി നേടുകയും ചെയ്തു. ശ്ലോകം 31. തദ്വിരാസേത് പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യ വിശ്രുതം നാംനാ സിദ്ധപദം യത്ര സാസംവേ സംസിദ്ധിമുപേയുഷേ. വിവർത്തനം. ദേവഹൂതി നേടിയ പരിപൂർണതയുടെ കൊട്ടാരം എന്റെ പ്രിയപ്പെട്ട വിതുര അങ്ങേയറ്റം വിശുദ്ധമെന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ത്രിലോകങ്ങളിലും അത് സിദ്ധപദം എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ശ്ലോകം 32. തസ്യാസ്താത് ഉദ്യോഗ വിദുതമാർത്തം മർത്യമുത്സരേ സ്രോതസാം പ്രവര സൗമ്യ സിദ്ധിത സിദ്ധസേവിത. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട വിതുര അവളുടെ ശരീരത്തിലെ ഭൗതിക ഘടകങ്ങൾ ജലത്തിൽ ദഹിച്ചു ചേർന്ന് ഒരു ഒഴുകുന്ന നദിയായി മാറി. എല്ലാ നദികളിലും വെച്ച് ഏറ്റവും പുണ്യമുള്ള നദിയാണ്. അതിപ്പോൾ ആ നദിയിൽ സ്നാനം ചെയ്യുന്ന ഏതൊരുവനും പരിപൂർണത പ്രാപിക്കാൻ കഴിയുകയും ആകയാൽ പരിപൂർണത ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും ആ നദിയിൽ ചെന്ന് സ്നാനം ചെയ്യണം. ശ്ലോകം 33. കപിലോ അഭിമഹായോഗി ഭഗവാൻ പിതുരാശ്രമാത് മാതരം സമനുജ്ഞാപ്യ പ്രാഗുദീജ്യം ദിശം യയോ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട വിതുര മഹാമുനി കപിലൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ മാതാവിന്റെ അനുവാദത്തോടെ പിതാവിന്റെ ആശ്രമം ഉപേക്ഷിച്ച് വടക്കുകിഴക്ക് ദിശയിലേക്ക് യാത്രയായി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ദേവഹൂതി കപില ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായും ഭക്തിയോഗത്തിൽ മുഴുകി എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ ഭക്തിയോഗത്തിന്റെ പൂർണ്ണതയിൽ സ്വാഗം തപോയോഗമയം മുക്തകേശം ഗതാംബരം. ദേവഹൂതി പൂർണ്ണമായിട്ടും ശരീരബോധത്തിൽ നിന്നും പുറത്തു കടന്നു എന്ന് പറയുന്നു. ദൈവഗുപ്തം ന ബുബുദേ വാസുദേവ പ്രവിഷ്ടതി. ഭഗവാനെ കുറിച്ച് മാത്രമായിരുന്നു ദേവഹൂതി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാന സമയം ദേവഹൂതി പൂർണ്ണമായിട്ടും ചിന്തിച്ചിരുന്നത് കപില ഭഗവാനെ കുറിച്ച് തന്നെയായിരുന്നു. കപില ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ദേവഹൂതി കരയുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു. കപില ഭഗവാൻ ഒരു സാധാരണ വ്യക്തിയെ അല്ലാതിരുന്നത് കൊണ്ടും ഭൗതികനായിട്ടുള്ള വ്യക്തി അല്ലാതിരുന്നത് കൊണ്ടും അദ്ദേഹം ഭഗവാനായതുകൊണ്ടും ആ ഭഗവാനെ കുറിച്ചുള്ള ചിന്ത ദേവഹൂതിയെ ആത്മീയമായിട്ടും പൂർണ്ണമായിട്ടും ഉയർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാന സമയത്ത് കപില ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ദേവഹൂതി ശരീരം ഉപേക്ഷിച്ചത്. അവസാന കാലത്ത് ദേവഹൂതിയുടെ ശാരീരികമായിട്ടുള്ള ബോധമെല്ലാം ഇല്ലാതായി പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. വാസുദേവ പ്രവിഷ്ടധി. ദേവഹൂതിയുടെ ബുദ്ധി മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഭഗവാനെ കുറിച്ച് മാത്രമായിരുന്നു ദേവഹൂതി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ദേവഹൂതിയുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ഭഗവാൻ തന്നെ നിറവേറ്റി എന്നാണ് പറയുന്നത്. അതാണ് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാതർ പറയുന്നത്. ദൈവഗുപ്തം സ്വാഗം തപോയോഗമയം മുക്തകേശം ഗതാംബരം ദൈവഗുപ്തം ന ബുബുദേ. ദൈവഗുപ്തം എന്ന് പറയുന്നത് ഭഗവാനാൽ പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെട്ടു എന്നാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ആരാണോ തുടർച്ചയായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത്, അനന്യാ ചിന്തയന്തോമ യേജന പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമി അഹം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. തുടർച്ചയായിട്ട് മറ്റൊരു ഭൗതിക ചിന്തയും ഇല്ലാതെ ആരാണോ തുടർച്ചയായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഭഗവാനെ സേവിക്കുന്നത്, ആ വ്യക്തിയുടെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ തന്നെ നിറവേറ്റി കൊടുക്കും. യോഗക്ഷേമം വഹാമി അഹം. ആ വ്യക്തിക്ക് പിന്നെ ശരീരം നിലനിർത്തുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ശരീരം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഭഗവാൻ തന്നെ അത് നേരിട്ട് നോക്കിക്കോളും എന്ന് പറയും.
അപ്പൊ ദേവഹൂതിയുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു. പൂർണ്ണമായിട്ടും ഭഗവാനിൽ ശരണം പ്രാപിച്ചത് കൊണ്ട് ദേവഹൂതിയുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിൽ തന്നെ നടക്കുന്നുണ്ടായി. എല്ലാ ജീവജാലങ്ങളുടെയും ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ ഭഗവാൻ തന്നെയാണ് നിറവേറ്റുന്നത് യഥാർത്ഥത്തിൽ. ഏകോ ബഹൂനാം യോ വിദധാതികാമ. പക്ഷേ ഇവിടെ ദേവഹൂതിയുടെ കാര്യം നേരിട്ട് ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അവരുടെ കാര്യം ഭഗവാൻ നേരിട്ട് നടത്തും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ശരീരത്തിനെ കുറിച്ച് യാതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ദേവഹൂതി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം മുഴുകി അവസാന സമയം ശരീരം വെടിഞ്ഞു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഏവം സാ കപിലോക്തേന മാർഗേണ അചിരത പരം ആത്മാന ബ്രഹ്മനിർവാണം ഭഗവന്തം അപാവഹ. അങ്ങനെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കപില ഭഗവാൻ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട്, തന്റെ പുത്രനായിട്ടുള്ള കപില ഭഗവാൻ ഉപദേശിച്ച ഭക്തിയുത സേവനത്തിനെ കുറിച്ച് പറയുന്ന സാഖ്യയോഗം പൂർണ്ണമായിട്ടും സ്വീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് ദേവഹൂതിക്ക് അവസാനം ബ്രഹ്മനിർവാണം ഉണ്ടായി എന്ന് പറയും. 3 സ്റ്റേജസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആത്മാനം, ബ്രഹ്മനിർവാണം, ഭഗവന്തം. ഈ 3 ആത്മീയമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടായി എന്ന് പറയും. ആദ്യം ആത്മാനം എന്ന് പറയുന്നത് പരമാത്മ സാക്ഷാത്കാരമാണ്. എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിനെ ദേവഹൂതി ആദ്യം സാക്ഷാത്കരിച്ചു. ആ സമയത്ത് തന്നെ എന്തുണ്ടായി? ബ്രഹ്മനിർവാണം. ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ നിന്നുള്ള മോചനം എന്നാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള ചിന്തകൾ നമ്മൾക്കുണ്ടായി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾക്ക് ഉത്കണ്ഠയും ക്ലേശവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്നത്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരിക്കലും ക്ലേശമോ ദുഃഖമോ ഒന്നും ഉണ്ടാകുന്നില്ല. ഭൗതിക വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് ക്ലേശം ഉണ്ടാകുന്നത്. അങ്ങനെ എല്ലാ ഭൗതിക ചിന്തകളിൽ നിന്നും ഒഴിയാൻ പറ്റുന്ന അവസ്ഥ, അതിനെയാണ് ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത്. ആ ബ്രഹ്മനിർവാണ അവസ്ഥയും ദേവഹൂതിക്കുണ്ടായി. പരമാത്മ സാക്ഷാത്കാരമുണ്ടായി, ബ്രഹ്മനിർവാണമുണ്ടായി, ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനമുണ്ടായി. അനർത്ഥ നിവൃത്തി എന്നും പറയും. അനർത്ഥ നിവൃത്തി. ഈ ശരീരം തന്നെ അനർത്ഥമാണ് എന്ന് പറയും, അല്ലെ? ശരീരമുള്ളത് കൊണ്ടാണ് ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങൾ ജീവാത്മാവിന് അനുഭവിക്കേണ്ടി വരുന്നത്. ജീവാത്മാവിന് യഥാർത്ഥത്തിൽ ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ആ ശാരീരികമായിട്ടുള്ള ബോധത്തിൽ നിന്നും ദേവഹൂതിക്ക് പുറത്തു കിടക്കാൻ സാധിച്ചു. അതിന് ബ്രഹ്മനിർവാണം എന്ന് പറയും. ഭഗവന്തം അവാപഹ. പിന്നീട് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായി. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സാക്ഷാത്കരിച്ചു. അങ്ങനെ ദേവഹൂതി ശരീരം വെടിഞ്ഞ്, ആ ഭൗതിക ശരീരം വെടിഞ്ഞ് ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തിയായി കപില വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. കപില വൈകുണ്ഠം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈകുണ്ഠമുണ്ട്. ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുണ്ട്. അദ്വൈതം, അച്യുതം, അനാദിം, അനന്തരൂപം. ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഉള്ളത് കൊണ്ട് ഓരോ രൂപത്തിനും ഓരോ വൈകുണ്ഠ ലോകങ്ങളുണ്ട്. അതിൽ ദേവഹൂതി അവസാന സമയം കപില ഭഗവാനെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് കപില വൈകുണ്ഠത്തിലേക്കാണ് തിരിച്ചു പോയത് എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീലപ്രഭാതർ എടുത്തു പറയുന്നത്. അല്ല, നമ്മൾക്കറിയാം, നമ്മൾ 1-ാമത്തെ സ്കന്ധത്തിൽ ഭീഷ്മദേവൻ ശരീരം വെടിഞ്ഞ സമയത്ത് ഏത് രൂപത്തിനെയാണ് ധ്യാനിച്ചിരുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഏത് രൂപത്തിനെയായിരുന്നു? പാർത്ഥസാരഥി രൂപത്തിനെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് ഭീഷ്മദേവൻ പാർത്ഥസാരഥി മുഖ്യനായിട്ടുള്ള വൈകുണ്ഠ ലോകത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ ദേവഹൂതി കപില ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ശരീരം വെടിഞ്ഞത് കൊണ്ട് കപില വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി എന്ന് ഭാവാർത്ഥത്തില് ശീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്. ആ ഒരു സ്ഥലം, ദേവഹൂതി ശരീരം ഉപേക്ഷിച്ച, സിദ്ധി നേടിയ അല്ലെങ്കിൽ മുക്തി നേടി തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് പോയ ആ സ്ഥലം വളരെ വിശുദ്ധമാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തദ്വിരാസീത് പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യ വിശ്രുതം നബ്നാ സിദ്ധപദം യത്ര സാസ്യം സിദ്ധിം ഉപേയുഷി. ദേവഹൂതി സിദ്ധി നേടിയ ആ മോക്ഷപദം നേടിയ ആ സ്ഥലം സിദ്ധപദം എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായി എന്നാണ് പറയുന്നത്. നമ്മൾക്കറിയാം എവിടെയാണ് ദേവഹൂതി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം. എവിടെയായിരുന്നു ദേവഹൂതി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത്?
സരസ്വതി നദിയുടെ തീരത്തിലുള്ള കർദമമുനിയുടെ ആശ്രമത്തില്. യെസ്, സരസ്വതി നദിയുടെ തീരത്തുള്ള ബിന്ദു സരോവരം എന്ന് പറഞ്ഞിട്ടുള്ള സരോവരത്തിന് തീരത്താണ് കർദമമുനിയുടെ ആശ്രമം ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് ദേവഹൂതി ഉണ്ടായിരുന്നത് എന്ന് പറയും. ആ സ്ഥലം ദേവഹൂതി സിദ്ധി നേടിയ സ്ഥലമായതുകൊണ്ട് സിദ്ധപദം എന്ന് പിന്നീട് അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് വളരെ വിശുദ്ധമായിട്ടുള്ള സ്ഥലമാണെന്ന് ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കും. പിന്നീട് പറയുന്നു, ആ ദേവഹൂതിയുടെ ശരീരം ആ നദിയിൽ, സരസ്വതി നദിയിൽ ഒഴുകി സരസ്വതി നദി കൂടുതൽ പുണ്യമായിട്ട് മാറി. അതുകൊണ്ട് ആ സരസ്വതി നദിയിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് പരിപൂർണത പ്രാപിക്കാൻ സാധിക്കും എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ നദിയിൽ സ്നാനം ചെയ്യുന്ന ഏതൊരുവനും പരിപൂർണത പ്രാപിക്കാൻ കഴിയും. ആകയാൽ പരിപൂർണത ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും ആ നദിയിൽ ചെന്ന് സ്നാനം ചെയ്യണം എന്ന് പറയുന്നു. സരസ്വതി നദിയുടെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ദേവഹൂതി മുക്തി നേടി വൈകുണ്ഠ ലോകത്തിലേക്ക് പോയി കപില വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ചു. അടുത്തതായിട്ട് പറയുന്നത് കപില ഭഗവാനെ കുറിച്ചാണ്. കപില ഭഗവാൻ എന്ത് ചെയ്തു? ഈ അദ്ദേഹത്തിന്റെ പേരും കപിലന്റെ കർമ്മങ്ങൾ എന്നാണ്. കപില ഭഗവാൻ എന്ത് ചെയ്തു എന്നാണ് അടുത്തുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. കപിലോപി മഹായോഗി ഭഗവാൻ പിതുരാശ്രമാത് മാതരം സമനുജ്ഞാപ്യ പ്രാഗുദ്ദീജിം ദിശം യയോ. കപില ഭഗവാൻ മാതാവിന്റെ അടുത്തുനിന്ന് അനുവാദം വാങ്ങി പോയിട്ടുള്ളത് ആദ്യം ഹിമാലയത്തിലേക്കാണ് പോയിട്ടുള്ളത് പറയുന്നു. വടക്കു ദിശയിലേക്ക് പോയി. വടക്കു കിഴക്ക് ദിശയിലേക്കാണ് കപില ഭഗവാൻ പോയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. ശിലപ്രഭുപാദർ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ, ആദ്യം ഹിമാലയ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്നും ഗംഗാനദി സമുദ്രത്തിലേക്ക് ചേരുന്ന ഗംഗാസാഗരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കപില ഭഗവാൻ പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആ ഗംഗാസാഗരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും കപില ഭഗവാൻ ഇരിക്കുന്നുണ്ട്, കപില ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സാഖ്യയോഗം പിന്തുടരുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ആ ഗംഗാസാഗരത്തിൽ ഇരിക്കുന്ന കപില ഭഗവാനെ ആരാധിക്കുന്നുണ്ട്. കപില ഭഗവാനെ പിന്തുടരാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. യെസ്, അടുത്ത ബാക്കി ശ്ലോകങ്ങൾ നമ്മൾ അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ. ഹരേ കൃഷ്ണ പ്രഭുജി. ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ